അതെ, ഒടുവിൽ ലോകം ഭീതിയോടെ നോക്കിക്കണ്ട ആ യുദ്ധഭീഷണി ഒഴിഞ്ഞിരിക്കുന്നു. സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞിരിക്കുന്നു. ഇതിന് കാരണമായതാകട്ടെ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ മറവിൽ ഇറാനെ ആക്രമിക്കുകയും അതുവഴി പശ്ചിമേഷ്യയെ വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യാനുള്ള അമേരിക്കയുടെയും ട്രംപിന്റെയും മോഹങ്ങൾക്ക് തടയിടാൻ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമയോചിത ഇടപെടൽ കൊണ്ട് സാധിച്ചു. ട്രംപിന്റെ ആക്രമണ നീക്കം തടയാൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള 4 അറബ് രാജ്യങ്ങൾ അടിയന്തര നയതന്ത്ര ഇടപെടൽ നടത്തിയതായി ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിദേശ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. മേഖലയിൽ വലിയ തോതിലുള്ള അസ്ഥിരതയുണ്ടാക്കുമെന്ന ആശങ്കയെ തുടർന്ന് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ US-ഉമായും ഇറാനുമായും നിരന്തരം ചർച്ചകൾ നടത്തി. ഈ നയതന്ത്ര നീക്കമാണ് ഒടുവിൽ വിജയത്തിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ അതിവേഗത്തിലുള്ള ചർച്ചകളാണ് അറബ് രാജ്യങ്ങൾ നടത്തിയത്. ഇറാനുമേലുള്ള ഏതൊരു ആക്രമണവും മേഖലയുടെ സുരക്ഷയെയും സാമ്പത്തിക വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കുമെന്നും അത് ഒടുവിൽ അമേരിക്കയെ തന്നെ ബാധിക്കുമെന്നും US-ന്റെ അടുത്ത സഖ്യരാജ്യങ്ങൾ കൂടിയായ ഇവർ ട്രംപിനെ അറിയിച്ചു. അമേരിക്കൻ ആക്രമണത്തിന് പകരമായി ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടി നൽകിയാൽ അത് ഇതര അറബ് രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ബന്ധത്തെ തകർക്കുമെന്ന് ഈ 4 രാജ്യങ്ങളും ഇറാനെയും ഓർമ്മിപ്പിച്ചു. അത് മേഖലയിൽ ഇറാൻ ഒറ്റപ്പെടാൻ കാരണമാകുമെന്നും അവർ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ പ്രക്ഷോഭകർക്കെതിരെ കടുത്ത നടപടിയെടുക്കുന്നത് നിർത്തിയാൽ ആക്രമിക്കില്ലെന്ന് ട്രംപും നിലപാടെടുത്തു. ഇറാനിൽ പ്രക്ഷോഭകർ കൊല്ലപ്പെടുന്നത് കുറഞ്ഞു വരുന്നതായി സൂചിപ്പിച്ചുകൊണ്ട് നിലവിൽ ആക്രമണം വേണ്ടെന്ന തീരുമാനത്തിൽ ഡൊണാൾഡ് ട്രംപ് എത്തുകയായിരുന്നു. കൊലപാതകങ്ങൾ നിലച്ചതായി വിവരം ലഭിച്ചു എന്ന് ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സർക്കാർ വിരുദ്ധ പ്രതിഷേധക്കാരെ തൂക്കിക്കൊല്ലാൻ പദ്ധതിയിട്ടതായ വാർത്തകൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി നിഷേധിച്ചു. US ആക്രമിച്ചാൽ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ആശങ്കയിലായിരുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ US-ന് താവളങ്ങൾ ഉള്ളതിനാൽ അവിടെയായിരിക്കും ഇറാൻ ലക്ഷ്യം വെക്കാൻ സാധ്യത ഉണ്ടായിരുന്നത്. ഇറാഖ്, കുവൈത്ത്, ഖത്തർ, UAE, ഒമാൻ, സിറിയ, തുർക്കി, ജോർദാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ US-ന് സൈനിക താവളങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം ഖത്തറിലെ US താവളങ്ങളെ ഇറാൻ ആക്രമിച്ചതുമാണ്. അങ്ങനെ സംഭവിച്ചാൽ മേഖലയിലെ സാമ്പത്തിക അടിത്തറയായ എണ്ണ നിലയങ്ങളും ഊർജ്ജ നിലയങ്ങളും ആക്രമിക്കപ്പെടുമെന്നും അറബ് രാജ്യങ്ങൾ ഭയപ്പെട്ടു. 2023 സൗദിയും ഇറാനും തമ്മിൽ സമാധാന കരാറിൽ എത്തിയിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം ഈ മേഖലയിലെ സമാധാനത്തിന് ഭീഷണിയാകുമെന്ന് ഗൾഫ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. ഇറാനിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാൻ ഈ നയതന്ത്ര ചർച്ചയിൽ ഭാവിയിൽ വഴിയൊരുക്കുമെന്നും സൂചനയുണ്ട്. ഇതിനിടെ ശുഭസൂചന നൽകി ആക്രമണ സാധ്യത തുടർന്ന് അടച്ച വ്യോമപാത ഇറാൻ തുറന്നു. വ്യോമപാത താൽക്കാലികമായെങ്കിലും ഇറാൻ അടച്ചത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകളെ ഉൾപ്പെടെ കാര്യമായി ബാധിച്ചിരുന്നു. തുടർന്ന് എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികൾ തങ്ങളുടെ സർവീസുകളിൽ മാറ്റം വരുത്താൻ നിർബന്ധിതരായി. വ്യോമപാത തുറന്നോടെ ഇറാനിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവുമായി വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് പോവുകയാണ്. ആദ്യ വിമാനം ഇന്ന് തെഹ്റാനിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടും. Waytonikah.com, the exclusive Muslim matrimonial site.